ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, V അബ്ദുറഹ്മാൻ എന്നിവർ പങ്കാളികളായി. കോഴിക്കോട് ജില്ലയിൽ വലിയ സ്വീകരണമാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ലഭിച്ചത്. റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ഗുഡ് മോർണിംഗ് കേരളം കാണാം. വിനിഷ വൃന്ദാവൻ. ജനസാഗരത്തിനൊപ്പം നിറഭേദങ്ങളുടെ കാഴ്ചയൊരുക്കി കോഴിക്കോടുകാർ കായിക വകുപ്പ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര നെഞ്ചേറ്റി. മന്ത്രി V അബ്ദുറഹ്മാൻ നയിക്കുന്ന യാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ പിന്നിട്ടാണ് 4ാം ദിനം കോഴിക്കോട് എത്തിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച വാക്കത്തോൺ വർണ്ണാഭമായി. കരാട്ടയും കളരിയും സ്കേറ്റിങ്ങും സൈക്ലിങ്ങും ഒക്കെയായി കുട്ടികളും മുതിർന്നവരും പങ്കാളികളായി. മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കായിക ഇടങ്ങൾ വർദ്ധിപ്പിക്കുക, അതിലൂടെ കുട്ടികളെ വളരെ ചെറുപ്പം മുതലേ സ്പോർട്സുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളത് പല നിലയിലും നാടിനാവശ്യമാണ്. അതിൻ്റെ ഒരു കാരണം ഈ ലഹരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. കായിക മത്സരങ്ങളിൽ കായിക ഇനങ്ങളുടെ ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ കളിച്ച് വലിയ വലിയ കായിക താരങ്ങളായി മാറുക എന്നുള്ളത് മാത്രമല്ല, കളിയിലൂടെ നാം പലതും പഠിക്കുകയാണ്. ലഹരി വിരുദ്ധ സന്ദേശയാത്ര ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. കായിക പ്രവർത്തനങ്ങളിൽ സമ്പന്നമാണ് കേരളം. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര 4ാമത്തെ ജില്ലയിലാണ് എത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ലഭിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഈ സന്ദേശയാത്രയിൽ പങ്കാളികളായി. ജില്ലയിലേക്ക് പ്രവേശിച്ച യാത്ര മാരത്തോണോടെയാണ് ആരംഭിച്ചത്. അടിവാരം മുതൽ താമരശ്ശേരി ചുങ്കം വരെ മാരത്തൺ നടന്നു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവർകോവിൽ, സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് U ഷറഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.